പിറ്റേന്ന് നവീൻ എനിക്ക് ധന്യയുടെ കഥ സിനിമയായി എടുക്കണം എന്ന് ഫ്രണ്ടിനോട് പറയുന്നു. ഇതിൽ നായികയായി ദിവ്യ തന്നെ വേണമെന്നുറപ്പിച്ച് നവീൻ ദിവ്യയുടെ അടുത്തു പോകുന്നു. ഞാൻ ധന്യയുടെ കഥ സിനിമയായി ചെയ്യുകയാണ്, അതിൽ ഹീറോയിനായി നീ അഭിനയിക്കണം എന്ന് അവൻ പറയുന്നു. അത് കേട്ടതും എനിക്കത് പറ്റില്ല എന്ന് അവൾ പറഞ്ഞു. ഞാനൊരു കാര്യം പറയാം, അത് കേട്ടതിനുശേഷം നീ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാനിവിടെ നിന്ന് പൊയ്ക്കോളാം എന്ന് നവീൻ പറഞ്ഞു. ഞാൻ സിനിമയിൽ ആദ്യം വന്നപ്പോൾ എന്റെ സിനിമയിൽ അഭിനയിക്കാൻ ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിനെയാണ് ഹീറോയിനായി കൊണ്ടുവന്നത്. പക്ഷെ സിനിമയ്ക്ക് വേണ്ടി പണമിറക്കുന്ന വ്യക്തി അവൾ ഈ സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ ഒരു രാത്രി തന്റെ കൂടെ അവളെ അയക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടതും പറ്റില്ല എന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ ഞാൻ ആ സിനിമ വേണ്ടെന്ന് വെച്ച് ഇറങ്ങിവന്നു. ആ കാര്യമെല്ലാം ഞാൻ അവളോട് പറഞ്ഞപ്പോൾ ഒരു രാത്രി അയാളുടെ കൂടെ പോകാൻ താൻ തയ്യാറാണ് എന്നാണ് അവൾ പറഞ്ഞത്. സ്നേഹിക്കുന്ന പെണ്ണ് അങ്ങനെ പറഞ്ഞത് എന്നെ ആകെ തളർത്തിക്കളഞ്ഞു. പിന്നീട് ആത്മഹത്യ ചെയ്യാൻ വരെ ഞാൻ തീരുമാനിച്ചു. അച്ഛനും അമ്മയ്ക്കും ഒരു കത്തെഴുതി വെച്ച് ആത്മഹത്യ ചെയ്യാൻ നിൽക്കുമ്പോഴാണ് ദീപകിന്റെ മരണവിവരം ഞാൻ പത്രത്തിൽ കാണുന്നത്. അത് കണ്ടതും ദീപകിനെപ്പോലെ സിനിമയ്ക്ക് വേണ്ടി മരിക്കുകയല്ല, സിനിമ ചെയ്ത് കാണിക്കുകയാണ് വേണ്ടതെന്ന് തീരുമാനിച്ചാണ് ഞാൻ സിനിമയിൽ പിന്നീട് തുടർന്നത് എന്ന് നവീൻ ദിവ്യയോട് പറഞ്ഞു. നിന്റെ ധന്യയ്ക്ക് വേണ്ടി നിനക്ക് ഈ കഥയിൽ അഭിനയിച്ചുകൂടെ എന്ന് നവീൻ ചോദിച്ചു. എന്നാൽ അതൊന്നും കേൾക്കാൻ തയ്യാറാവാതെ അവനോടവിടുന്ന് ഇറങ്ങിപ്പോകാൻ ദിവ്യ പറഞ്ഞു. പിന്നീട് വീട്ടിലെത്തിയ ദിവ്യ കുറെ ആലോചിച്ചതിനുശേഷം ധന്യയ്ക്ക് വേണ്ടി സിനിമ ചെയ്യാം എന്ന് തീരുമാനിച്ചു. അവൾ നവീനെ വിളിച്ച് എനിക്ക് സമ്മതമാണ്, പക്ഷെ ഞാൻ അഭിനയിക്കുന്നത് ആരും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് കേട്ടതും നവീന് സന്തോഷമായി. അവൻ വേഗം കിരണിനെ വിളിച്ച് ഈ കാര്യം പറഞ്ഞു.